ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് സബ്സ്റ്റേഷൻ എന്നുള്ളത്. ബാക്കി അതിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള പലർക്കും സബ്സ്റ്റേഷൻ്റെ യഥാർത്ഥ ഒരു മീനിങ് ചിലവർക്കറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ള ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും സബ്സ്റ്റേഷൻ എന്താണ് അതിൻ്റെ ബേസിക്സ് കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സബ്സ്റ്റേഷൻ? സബ്സ്റ്റേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഇലക്ട്രിക്കൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ ജനറേഷൻ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മറ്റുമാണ് സബ്സ്റ്റേഷൻ്റെ ഉപയോഗങ്ങൾ വരുന്നത്. ഇടയിലാണ് സബ്സ്റ്റേഷൻ്റെ ഉപയോഗം വന്നത്. അപ്പോൾ സബ്സ്റ്റേഷൻ്റെ അത് പ്രധാനമായിട്ട് നടക്കുന്നത് വോൾട്ടേജിൻ്റെ സ്റ്റെപ്പിംഗ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് ഡൗൺ ആണ് ചെയ്യുന്നത്. അതായത് ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കുകയോ ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കുകയോ അങ്ങനെ പല പല കാര്യങ്ങൾ പല പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇതിനെ പല കൺവെർഷൻസ് നടത്താനും വഴി തിരിച്ചു വിടാനൊക്കെ മറ്റുമാണ് സബ്സ്റ്റേഷൻ്റെ ഉപയോഗം. അപ്പോൾ സബ്സ്റ്റേഷനുകളെ നമുക്ക് പലതരമായിട്ട് തിരിക്കാം. സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷനിൽ പേര് പോലെ തന്നെ വോൾട്ടേജിനെ അപ്പ് ചെയ്യുന്നു, വോൾട്ടേജിനെ ഹയർ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. സ്റ്റെപ്പ് ഡൗൺ സബ്സ്റ്റേഷനിൽ വോൾട്ടേജിന് ഡൗൺ ചെയ്യുന്നത്. സ്വിച്ചിങ് സബ്സ്റ്റേഷനിൽ വേറൊരു വഴി തിരിച്ചു വിടാനും ഡയറക്ഷൻസൊക്കെ ചേഞ്ച് ചെയ്യാനും ഓൺ ഓഫ് പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന. ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ ഫൈനലി നമ്മുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്കോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഇതിലും. ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്തതിനെ എടുത്തതിന് ശേഷം ഇടയിൽ നമ്മൾ അതിനെ വീണ്ടും ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അങ്ങനെ എന്നിട്ട് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപയോഗങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ജനറേറ്റിംഗ് സബ്സ്റ്റേഷൻ നമ്മുടെ ജനറേറ്ററിൻ്റെ ഇപ്പോൾ നമ്മുടെ ഈ മൂലമറ്റം പോലത്തുള്ള അവിടെയുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പവർ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്ന പരിപാടികളാണ് ജനറേറ്റിംഗ് സബ്സ്റ്റേഷൻ ചെയ്യുന്നത്. ഇതുകൂടാതെ ഹൈ വോൾട്ടേജ് AC ആൻഡ് ഹൈ വോൾട്ടേജ് DC സബ്സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വേറെ പല രീതിയിലും എക്സ്ട്രാ ഹൈ വോൾട്ടേജ് മീഡിയം വോൾട്ടേജ് ലോ വോൾട്ടേജ് സബ്സ്റ്റേഷനൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എയർ ഇൻസുലേറ്റഡും ഗ്യാസ് ഇൻസുലേറ്റഡ് ഹൈബ്രിഡ് സബ്സ്റ്റേഷനുകളിലൊക്കെ ആയിട്ട് അങ്ങനെ പല രീതിയിലും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറേറ്റിംഗ് ഞാനിപ്പോൾ മൂലമറ്റം ഹൈഡ്രോ പവർ പ്ലാന്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൽക്കരി വെച്ച് ഉണ്ടാക്കുന്ന തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു തെർമൽ പവർ പ്ലാന്റാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ വോൾട്ടേജിൻ്റെ റേഞ്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. 230 kV ട്രാൻസ്മിഷൻ ചെയ്യുന്നു. എന്നിട്ട് വേറൊരു ഡെലിവറി പോയിൻ്റ് ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, അവിടെ നിന്ന് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. വേറെ സബ്സ്റ്റേഷൻസ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻസും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സബ്സ്റ്റേഷൻ. അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീടുകളിലേക്കും മറ്റ് കൊമേഴ്ഷ്യൽ സ്പേസുകളിലേക്കായിട്ടൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകളിൽ സഹായിക്കുന്ന പല സ്വിച്ച് ഗിയേഴ്സും ട്രാൻസ്ഫോമേഴ്സൊക്കെ അടക്കമുള്ള പല പല അങ്ങനത്തെ കോമ്പോണൻസ് അടങ്ങിയിട്ടിരിക്കുന്ന ഒരു മൊത്തത്തിലൊരു കോമ്പൗണ്ടിലുള്ള കുറേ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടിയിട്ടാണ് ഒരു സബ്സ്റ്റേഷൻ ആവുന്നത്. ഇതിൽ എല്ലാത്തിലും പ്രധാനമായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന സബ്സ്റ്റേഷനെ AIS സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ എയർ ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകത വേറൊന്നുമല്ല, നമ്മൾ പലപ്പോഴും ഓരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒരു വലിയൊരു കോമ്പൗണ്ടിൽ വേലിയൊക്കെ കെട്ടിയിട്ട് അവിടെ ചുറ്റും കുറേ ടവർ പോലത്തെ സാധനങ്ങളും ട്രാൻസ്ഫോമർ മറ്റും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്സ്റ്റേഷനാണ് എയർ ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ ഭൂമിയിൽ നമ്മൾ കാണാത്തൊരു പാർട്ടാണ് എർത്തിങ് ഗ്രിഡ്. അവിടെ ഗ്രാവലും പിന്നെ നമ്മുടെ കല്ലൊക്കെ ഇട്ട് നിറച്ചിട്ടേക്കണായിരിക്കും നമ്മൾ കണ്ടേക്കുക. പക്ഷെ അതിൻ്റെ അടിയിലായിട്ട് പ്രോപ്പറായിട്ടുള്ള എർത്തിങ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഗ്രാവൽ ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുള്ള ഗ്രാവലും പിന്നെ അതുകൂടാതെ ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഒരു സബ്സ്റ്റേഷനിൽ ഇപ്പോൾ ഹൈ വോൾട്ടേജ് കണ്ടക്ടർ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതൊരു ടവറിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ആ ടവറിൽ നിന്ന് പല വഴി തിരിഞ്ഞ് ട്രാൻസ്ഫോമറിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് ഇപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ ഈ സൈഡിൽ LV കണക്ഷൻ കിട്ടും. അപ്പോൾ ഇതാണ് മെയിൻ ട്രാൻസ്ഫോമർ. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ ലോ വോൾട്ടേജ് സൈഡാക്കി എടുക്കുന്നു, അതായത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഹൈ വോൾട്ടേജ് വരുന്നു, അത് പല വഴി തിരിഞ്ഞ് ചെന്ന് ലോ വോൾട്ടേജ് ആവുന്നു. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇൻസുലേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള കറണ്ട് ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ്,
ഇവിടെ കാണാം. സർക്യൂട്ട് ഡിസ്കണക്റ്റേഴ്സും കാണാം. ഡിസ്കണക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓൺ ഓഫ് പർപ്പസേ ഉള്ളൂ. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫാൾട്ട് വന്ന ട്രിപ്പ് ആവും. അതാണ് അതിൻ്റെ വ്യത്യാസം. മെഷർമെൻറ്റിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോമേഴ്സ്, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് എല്ലാം ഉണ്ടാവും. സർജിന് വേണ്ടി, അതായത് ലൈറ്റ്നിങ് പോലത്തെ ഇതൊക്കെ വന്നാൽ അതിന് വേണ്ടിയുള്ള ലൈറ്റ്നിങ് അറസ്റ്റർ, അല്ലെങ്കിൽ പെട്ടെന്നൊരു പീക്ക് കറണ്ട് കയറി വന്നാൽ, പ്രതീക്ഷിക്കാത്ത പീക്ക് കറണ്ട് കയറി വന്നാൽ അതിനെ എർത്ത് ചെയ്ത് വിടാനുള്ള സർജ് അറസ്റ്റർ ഉണ്ടാവും. അതുകൂടാതെ ലൈറ്റ്നിങ് കേബിൾ, അതായത് ലൈറ്റ്നിങ് അടിച്ചു കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് എർത്ത് ചെയ്ത് വിടാനുള്ള ലൈറ്റ്നിങ് കേബിൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഒരു സബ്സ്റ്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ എയറാണ് ഇതിപ്പോൾ നമുക്ക് 3 ഫേസുകളുണ്ടാവും. അപ്പോൾ ഓരോ ഫേസിൻ്റെയും ഗ്യാപ്പുകളിലൂടെ വേറെ ഒന്നുമല്ല, നമ്മളത് എയറിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എയറാണ് അവിടുത്തെ ഇൻസുലേഷൻ. ഗ്യാസ് ഇൻസുലേറ്ററിൽ പരസ്പര ഫേസുകൾ തമ്മിൽ ഗ്യാസ് ഇൻസുലേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ച് ഇൻസുലേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നു എന്നല്ലാതെ വേറെ ഇൻസുലേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് AC യൂസ് ചെയ്യുന്നത് വെരി ലെസ് ആൻഡ് ഫ്രീ ഓഫ് എയർ പൊല്യൂഷൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. എയർ പൊല്യൂഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ എയറിൻ്റെ അകത്തുള്ള കെമിക്കൽ റിയാക്ഷനൊക്കെ വഴി സ്പേസ് തമ്മിൽ ഷോർട്ട് ആവുന്ന ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ, അപ്പോൾ നമ്മൾ ജിസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണ കാണാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്നാണ്. ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ്റെ അതൊരു ഇൻഡോർ സെറ്റപ്പ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ബ്രേക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അതിൻ്റെ അകത്ത് സൾഫർ എക്സ്ട്രാഫ്ലൂറൈഡ് ഗ്യാസാണ് ഇവിടെ കൂടുതൽ നമ്മുടെ കണ്ടക്ടേഴ്സിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റാലിക് ചേമ്പർ ഗ്യാസ് ഹോൾഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫേസ് ന്യൂട്രൽ ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാത്തിനും സർക്യൂട്ട് ബ്രേക്കർ എല്ലാം ഈ ഗ്യാസിൻ്റെ അകത്ത് കൂടിയുള്ള പരിപാടിയായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡയഗ്രമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ 1 എഴുതിയേക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ കൺട്രോൾ ക്യൂബിക്കുകളാണ്. കൺട്രോൾ ക്യൂബിക്കുകൾ 2 എന്ന് എഴുതിയേക്കുന്നത് അവിടെ കറണ്ട് ട്രാൻസ്ഫോമർ വന്നിട്ട് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി. 3 എന്ന് പറഞ്ഞാൽ ബസ് ബാർ വിത്ത് ഡിസ്കണക്ടറാണ്. ഇവിടെ ബസ് ബാർസ് കാണാം. ഇത് ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ കണ്ടാലാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ 4 എന്ന് പറഞ്ഞ ഇൻട്രപ്റ്റർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയുള്ള. ബസ് ബാർ 1 ഡിസ്കണക്ടറും എർത്തിങ് സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓൺ ഓഫ് പർപ്പസിന് വേണ്ടി സ്പ്രിങ് ചാർജിങ്, നമ്മൾ ACB പോലത്തെ ഇതൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സ്പ്രിങ് ചാർജിങ് മെക്കാനിസംസ് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ 7 എന്ന് പറയുന്ന വോൾട്ടേജ് ട്രാൻസ്ഫോമർ, നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി. പിന്നെ 8 എർത്തിങ് സ്വിച്ചും 9 ഔട്ട് ഗോയിങ് ഫീഡർ മൊഡ്യൂൾ വിത്ത് ഡിസ്കണക്ടർ ആൻഡ് എർത്തിങ് സ്വിച്ചാണ്. അതായത് ഔട്ട് ഗോയിങ്, ഇതിൽ നിന്ന് ഔട്ട് പോകുന്നതും 10 ഈ ഭാഗത്ത് കേബിൾ കണക്ട് ചെയ്ത് അതിൽ നിന്ന് ഔട്ട്പുട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തം ഒരു ചേമ്പറിൻ്റെ അകത്തായിരിക്കും തൽക്കാലം മനസ്സിലാക്കുക. പിന്നെ ഇതുകൂടാതെ ഇതിൻ്റെ ഒരു സങ്കര ഇനം, അതായത് കോമ്പിനേഷൻ മോഡലാണ് ഉണ്ട്, ഹൈബ്രിഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ AS-ഉം GAS-ഉം, എയർ ഇൻസുലേറ്റഡും ഗ്യാസ് ഇൻസുലേറ്റഡും തമ്മിൽ മിക്സ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മീഡിയം കോസ്റ്റിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് മറ്റേതിൻ്റെ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ്റെ ഗുണവും കുറേ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ ശരിക്കും പക്ഷേ GIS സബ്സ്റ്റേഷനിലാണ് കുറവ്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത്. 40% സ്മോളർ ഫിസിക്കൽ ഫുട് പ്രിൻറ്റ് ദാൻ AS എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. മെറ്റൽ കവർ ഓർ ചേമ്പർ വിത്ത് ഗ്രൗണ്ട് എൻഷ്യൂർ സെക്യൂരിറ്റി, നല്ല സെക്യൂർ ആയിട്ടുള്ളൊരിതാണ്. ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് ചേമ്പേഴ്സ് ഉണ്ട്. ആക്റ്റീവ് ആൻഡ് നോൺ ആക്റ്റീവ് ഗിയേഴ്സ് തമ്മിൽ, അതായത് നമ്മളൊരു ഫേസ് ഓണാക്കി അപ്പുറത്തേക്ക് ചെല്ലുന്ന ആ ഒരു, അല്ലെങ്കിൽ ഒരു എൻഡ് ഓണാക്കി അപ്പുറത്തേക്ക് അതിൻ്റെ ചെല്ലുന്ന ആ ഏരിയ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. മറ്റേതിൽ ഭയങ്കര ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ, എയർ ഇൻസുലേറ്റഡ് ആയതുകൊണ്ട്. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. 40 yearsോളം നമ്മുടെ ഈ സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നല്ല സെക്യൂറായിട്ട് ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഗുണം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഇൻസുലേഷൻ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഭയങ്കര ദൂരെയൊക്കെ ഒക്കെയാണെങ്കിൽ ഈ ഗ്യാസ് നമ്മൾ കളക്ട് ചെയ്ത് അവിടേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസിൻ്റെ എക്സ്പെൻസീവ്നെസ് ഉണ്ട്. ഹൈ മെയിൻ്റെനൻസ് വരുവാണെങ്കിൽ നല്ല ഹൈ മെയിൻ്റെനൻസ് ആയിരിക്കും. ഫാൾസ് ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമുക്ക് കണ്ടുപിടിച്ചത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. ചില സമയത്ത് ഇതിൻ്റെ
ഈ ലീക്കേജ് പോലത്തെ ഇഷ്യൂസൊക്കെ വന്ന ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെയുള്ള കേസുകളൊക്കെ വരും. അഡ്വാൻറ്റേജ് ഓഫ് എയർ ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഗിയറും ഇതെല്ലാം ലെസ് എക്സ്പെൻസീവ് ആണ്, പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഫോൾട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മുടെ കൺമുന്നിൽ ഇത് വ്യക്തമായിട്ട് കാണുന്നതാണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഗ്യാസ് അല്ലെങ്കിൽ അയണൈസേഷൻ പോലത്തെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് പോലത്തെ കെമിക്കൽ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ഫോൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല ഇതിന് നിറയെ ഏരിയ വേണം, ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ്റെ ഏരിയ കുറവ് മതി. പിന്നെ ഇതിൻ്റെ ചിലപ്പോൾ ഒരു വലിയ ഫോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആവാൻ സാധ്യതകളുണ്ട്. പിന്നെ സബ്സ്റ്റേഷനും അതുകൂടാതെ പവർ ഗ്രിഡ് സ്റ്റേഷൻ തമ്മിലൊരു എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റേഷനിൽ ഒന്നിലധികം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും, അത് കൺസ്യൂമർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനാണ്. പവർ ഗ്രിഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ കണക്ഷൻ പോയിൻ്റാണ്, 2 ട്രാൻസ്മിഷൻ ലൈൻ്റെ റിംഗ് എന്ന് പറയാം. അപ്പോൾ 2 ഡിഫറെൻറ്റ് റീജിയൻസ്, ജോഗ്രഫിക്കലി ഡിഫറെൻറ്റ് റീജിയൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പവർ ഗ്രിഡ് സ്റ്റേഷൻസ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ സബ്സ്റ്റേഷൻ്റെ എന്തുകൊണ്ട് നമ്മൾ സബ്സ്റ്റേഷൻ യൂസ് ചെയ്യുന്നുള്ള ചില റീസൺസാണ് പറയുന്നത്. മെയിൻലി സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗണിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസസ് കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജ് കൂടുന്നതിൻ്റെ അതേപോലെ തന്നെ കറണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിൽ I²R ആണ് ലോസ്, അതായത് കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു ലൈൻ്റെ റെസിസ്റ്റൻസ് ആണ് ലോസസ്. അപ്പോൾ കറണ്ട് കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ലോസസ് കുറയ്ക്കാൻ പറ്റും. കൂടാതെ മറ്റു പല പ്രശ്നങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ സബ്സ്റ്റേഷൻ്റെ ഒരു ആവശ്യകത വരുന്നത്. അതായത് ഫെറാൻഡി എഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് ഫെറാൻഡി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരു ട്രാൻസ്മിഷൻ സ്ഥലത്ത് നിന്ന് വോൾട്ടേജ് സെൻഡ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ റിസീവിങ് എൻഡിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ വോൾട്ടേജ് റിസീവ് ചെയ്യുന്നത് വളരെ കൂടുതലായി പോകുന്നു, ഇൻക്രീസ് ഇൻ വോൾട്ടേജ് സംഭവിക്കുന്നു. അത് എസ്പെഷ്യലി അത് നമ്മൾ നോ ലോഡോ അല്ലെങ്കിൽ ലോ ലോഡ് കണ്ടീഷനിലാണ് ആ ഒരു റിസീവിങ് എൻഡ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇത് സംഭവിക്കുക. അപ്പോൾ റിസീവിങ് എൻഡ് വോൾട്ടേജ് സെൻഡിങ് എൻഡിനേക്കാളും കൂടുതലാവുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ ഉപയോഗിക്കാൻ പോകുന്ന എക്യുപ്മെൻറ്റ്സിനൊക്കെ അത് പ്രശ്നം വരുത്താം. അപ്പോൾ മെയിൻലി അത് ലോങ് ട്രാൻസ്മിഷൻ ലൈനിലെ ഷണ്ട് അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ ഷണ്ട് റിയാക്ടർ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് സ്റ്റേഷൻസിലൊക്കെ ഈ റിയാക്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാമൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് തൽക്കാലം. അതിൻ്റെ അകത്ത് ഒരു ഐഡിയ കിട്ടിയത് VT > VES ആണ് വേണ്ടത്. അതായത് VT എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് വോൾട്ടേജ് ആണ് ഇവിടെ വന്നത്. പക്ഷേ ശരിക്കും നമുക്ക് വേണ്ടത് ഇതാണ്, VT < VES ആണ്. ഒരു സബ്സ്റ്റേഷനിലുള്ള കോമ്പോണൻസാണ് ഇവിടെ വേർതിരിച്ച് എഴുതിയിരിക്കുന്നത്. 12ഓളം കോമ്പോണൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസ് 2 സൈഡായിട്ട് നമുക്ക് എടുത്ത് പറയാം. പ്രൈമറി സൈഡിൽ പ്രൈമറി പവർ ലൈൻസ് ഉണ്ടാവും, അത് 2 സൈഡായിട്ട് കൂട്ടാം. പ്രൈമറി സൈഡ്, സെക്കൻഡറി സൈഡ്, ട്രാൻസ്ഫോമറിൻ്റെ 2 വശങ്ങളായിട്ട് കൂട്ടാം. അവിടെ ഉണ്ടാകുന്ന പവർ ലൈൻസ് ഉണ്ട്, ഗ്രൗണ്ട് വയർ, ഓവർ ഹെഡ് ലൈൻസ് ഉണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയുള്ള വോൾട്ടേജ് മെഷർമെൻറ്റിന് വേണ്ടിയുള്ള വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ്, കറണ്ട് മെഷർമെൻറ്റിന് വേണ്ടി കറണ്ട് ട്രാൻസ്ഫോമർ, പിന്നെ ഡിസ്കണക്ട് സ്വിച്ച്, സർക്യൂട്ട് ബ്രേക്കർ, ലൈറ്റ്നിങ് അറസ്റ്റർ മുതലായവ ഉണ്ടാവും. സെക്കൻഡറി സൈഡാണെങ്കിൽ കറണ്ട് ട്രാൻസ്ഫോമർ, മെയിൻ ട്രാൻസ്ഫോമർ, ലൈറ്റ്നിങ് അറസ്റ്റർ, അതുപോലെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബിൽഡിങ്ങും പിന്നെ സെക്യൂരിറ്റി ഫെൻസും അങ്ങനെ. പിന്നെ അതുകൂടാതെ സെക്കൻഡറി പവർ ലൈൻസും ഇതിനകത്തുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിലാണ് ഒരു സ്റ്റേഷനറി എക്യുപ്മെൻ്റാണ്. ഞാൻ ട്രാൻസ്ഫോമറിനെ പറ്റി വേറെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കോയിൽസ് ഉണ്ടാവും, പ്രൈമറി സൈഡ്, സെക്കൻഡറി സൈഡും. അപ്പോൾ നമ്മുടെ കോയിലിൻ്റെ വൈൻഡിങ്സിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വോൾട്ടേജിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.